അഞ്ജലീസിൽ ആദ്യം പഴയൊരു LPSൽ 5ാം ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏരിയ സ്കൂളിൽ അന്ന് UPS വരെ അവിടെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് HS അന്ന് അവിടുന്ന് TC വാങ്ങിച്ചപ്പോഴാണ് P ആയിപ്പോയത്. മറ്റേ TG ആയിരുന്നു. അന്ന് അവിടുത്തെ ബാലസാറിൻ്റെ ഭാര്യ എനിക്ക് ടീ ഇട്ട് തന്നു തെങ്ങുവിളയിൽ. ഞങ്ങൾ 2 G മാറ്റിയാണ് ഉണ്ടായിരുന്നു. എൻ്റെ ടീ മറ്റവനുമായി, അവൻ്റെ P എനിക്കുമായി. അങ്ങനെ ഇന്നാളെ അവനെ കണ്ടായിരുന്നു. അങ്ങനെ നിൻ്റെ ടീ എനിക്ക് വന്നിടാന്ന് പറഞ്ഞു. അന്നേരമായി എൻ്റെ കഥ അറിയുന്നു. ആ P വന്നതിനും വേണ്ടി നിങ്ങളുടെയൊക്കെ പാസ്പോർട്ടിന് എൻ്റെ പാസ്പോർട്ടിനൊക്കെ എന്ത് പാടുപെട്ടെന്നറിയാം. അത് കഴിഞ്ഞിട്ട് നടന്ന് ഇവിടെ സ്കൂളിലെല്ലാം പോയിക്കൊണ്ടിരുന്നു. രാവിലെ 8 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് 10 മുമ്പ് സ്കൂളിലെത്തും. പിന്നെ വൈകിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ വരും. ചോറ് അമ്മ എങ്ങനെയായാലും നീ തയ്യാറാക്കി തരുമായിരുന്നു. ഇലയിൽ കെട്ടിത്തരും. ഇലയൊക്കെ അന്ന് ഇഷ്ടം പോലെ. ആ കുളത്തൂപ്പുഴ മുതലേ ആളുകൾ നടക്കുക. അന്ന് നടപ്പല്ലാതെ വേറൊരു മാർഗവും ഞങ്ങൾക്കില്ല. റോഡ് അഥവാ ഒരു ബസ് കയറുവാണ്, ആകെ 2 ബസ്സേ അന്ന് അതിലേ ഉള്ളൂ. ഹമീദിയ, ബ്രിട്ടാനിയ 2 അത് പോകണമെങ്കിൽ ഞങ്ങൾ ചപ്പാത്തിൻ്റെ നിലത്തിൻ്റെ ഭാഗങ്ങളിൽ വരുമ്പോൾ ഏത് വണ്ടി ഉടങ്ങ് താഴും. സൈഡിൽ കിടക്കുന്ന ചുള്ളികൾ പറക്കി അത് ഇട്ട് കൊടുക്കണം. പിന്നെ അത് കുട്ടികളുടെ ജോലിയാണ്. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ വണ്ടി വിട്ട് പോകത്തുള്ളൂ. അന്ന് കരിഗ്യാസ് വണ്ടിയാണ്. കരിയിട്ടാണ് ഓടുന്നത്. ട്രെയിൻ കരിയിട്ട് ഓടുന്നത് പോലെ. കരിയൊക്കെ മാറിയത് ഒരു 65 ആയിട്ടാണ്. മറ്റേത് ഹാൻഡിലിട്ട് അടിച്ച് അതിൻ്റെ പ്രൊപ്പല്ലർ കറക്കണം. വെളുപ്പിലേ ക്ലീനർമാർ വന്ന് കൽക്കരിയോ കരിമൂട്ടക്കാരുടെ നിന്ന് വാങ്ങിച്ച കരിയോ ഇട്ട് അതിൻ്റെ കരി ഇട്ട് അത് തീയടിക്കും. പിന്നെ വെള്ളം അതിനപ്പുറത്ത് കാണും. ഇതിൻ്റെ ചൂട് കൊണ്ട് റേഡിയേറ്ററിൽ വെള്ളം ചൂടാകും. അപ്പോൾ ആ പിസ്റ്റൺ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ അന്ന് വണ്ടി ഓടിക്കൊണ്ടിരുന്നു. അന്ന് കൊടുക്കുന്നത് 1 എണ്ണ കൊടുത്താൽ മതി. അല്ല, ആണേ പിന്നെ ആയത് 2 ചക്രമായിരുന്നു ആദ്യം. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ സമയങ്ങളിലൊന്നും വണ്ടി കയറിയിട്ടുമില്ല. വണ്ടിയൊന്നും പ്രാബല്യത്തിലില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം എക്സ്പ്രസ് മുതൽ ഏതെല്ലാം വണ്ടികളാണ് ഓടുന്നത്. മണ്ണ് റോഡ് വേലക്കാരുണ്ട്. അവർ കുറേശ്ശെ മണ്ണോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരും. അങ്ങനെയൊക്കെയാണ് പിന്നെ അവർ ഓടിയത്. അതെന്ന് 68 ശേഷമാണ്. 68 എൻ്റെ കല്യാണ ദിവസം താഴെ റോഡ് മെറ്റിലിട്ട് കുറേ മണ്ണും ഇട്ട് വെള്ളം ഒഴിച്ച് ഈ റോളർ കയറ്റി, റോളറല്ല ഉരുട്ടുന്ന ഈ കല്ല് കൊണ്ട് ഉരുളുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് പലരും പിടിച്ചും കൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ റോഡ് ഉറപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനകത്ത് ഒരാഴ്ചയ്ക്ക് അതിലേക്കൂടെ വണ്ടി ഓടത്തില്ല. ആ സമയമെല്ലാം കുട്ടികൾക്ക് പ്രയാസം. ഞാൻ പഠിച്ചത് പഴയൊരു LPS പഠിച്ചു. പിന്നെ ഏരൂര് UPS പഠിച്ചു. അന്ന് ഗോപാലൻ സാറിൻ്റെ ഭാര്യയായിരുന്നു ജാനകി സാറായിരുന്നു ഏരൂ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. അന്ന് എൻ്റെ ഇനിഷ്യലിന് അവർ ശരിയാക്കി തന്നത്. പക്ഷേ TC എഴുതിയപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ
അടുത്തായിപ്പോയി ടീ. എൻ്റെ അടുത്ത് അവന് എന്നെ പോലെ പാടുമായിരുന്നു. അവൻ്റെ പി ഇടാതിന് വേണ്ടി. അവൻ്റെ മക്കളെല്ലാം നല്ല TTC SLC 58 SLC കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ മാനേജർ പറഞ്ഞു അന്ന് SLC കഴിഞ്ഞാൽ മതിയായിരുന്നു, 11 ക്ലാസ് പഠിക്കണമായിരുന്നു. അന്ന് അത് അവർക്ക് ജോലി ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് മലയാളം മെയിനെടുത്ത് വന്ന മലയാളം മനുഷ്യന്മാർക്ക് വന്ന ജോലിയായിരുന്നു. അവർ SLC കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്കൊക്കെ പോകുന്നത്. അങ്ങനെ പണ്ഡിറ്റ് സാറന്മാരുണ്ടെന്ന്, മലയാളം മനുഷ്യന്മാർ. അതിങ്ങനെ എന്തുവാ അത് കഴിഞ്ഞ് ഈ മാനേജർ എനിക്ക് ആ പ്രദേശത്തെ ആദ്യമായി SLC കഴിഞ്ഞ് ഞാനായതുകൊണ്ട് എനിക്ക് അവിടെ ജോലി തന്നു. 1 വർഷം എനിക്കുള്ള അപ്രൂവൽ നടന്നു. അത് കഴിഞ്ഞ് എന്നെ ട്രെയിനിങ്ങിന് തിരഞ്ഞെടുത്തു. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ തടിയൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ട്രെയിനിങ്ങിന് പോയത്. അവിടെ 2 വർഷം പഠിച്ചു. പക്ഷേ എൻ്റെ സർവീസ് വെച്ചും കൊണ്ട് സർവീസിൽ നിന്ന് എന്നായതുകൊണ്ട് എനിക്കന്ന് ശമ്പളം കിട്ടുമായിരുന്നു. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല. അതൊക്കെ അവസാനമായതിൻ്റെ ഓർഡർ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അവസാനം അറിഞ്ഞു കേട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അതങ്ങ് ലാപ്സായിപ്പോയി. പിന്നെ അങ്ങനെ